ദൈവമേ ദൈവമേ എനിക്ക് പേടിയാവുന്നു. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെൽഫ് കെയർ വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം. ആഹ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് ഷേവ് ചെയ്യാൻ പോകുന്നത്, ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ത്രെഡോ മറ്റേ പിരികം ത്രെഡ് ചെയ്യുമോ അതല്ലാതെ അപ്പർ ലിപ്പ് ത്രെഡോ ഷേവോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പർ ലിപ്പ് ഹെയർ റിമൂവ് ചെയ്യാനാണ്. ഒരുപാട് പേര് ഇത് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ചെയ്യാൻ പോവാണ്. മറ്റേ ഫേസ് റേസർ വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ട്രിമ്മർ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം ആദ്യം. ഞാൻ ഈ ഒരു ട്രിമ്മർ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്, ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹെഡ്, ഈ വട്ടത്തിലുള്ള ഈ ഹെഡ് വെച്ചിട്ടാണ് ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അപ്പർ ലിപ്പിലും പിന്നെ ചിൻ ഏരിയയിലും പിന്നെ ഫേസിൽ സൈഡിലുള്ള ആ ഏരിയയിലൊക്കെ ഉള്ള ഹെയറൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഈ PCOD അങ്ങനെ ഓരോ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലായിരിക്കും ഈ ഹെയർ ഗ്രോത്ത്. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം എൻ്റെ ഫേസിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. എന്താവും എനിക്ക് എടുത്തില്ല. ദൈവമേ ദൈവമേ എനിക്ക് പേടിയാവുന്നു. അങ്ങനെ ഇത് ചെയ്യാം. എനിക്ക് പേടിയുള്ളത് വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫേസിൽ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എനിക്കൊരു പേടി, അതെങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ മുറിയോ അവിടെ പാട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അയ്യോ എനിക്ക് പേടിയാവും. ഞാൻ എന്നെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കണേ കേട്ടോ. എന്നെ പിന്നെ ആശ്വസിപ്പിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെ ആശ്വസിക്കട്ടെ. അപ്പോൾ അത് കൊണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വേദന എടുക്കൂലെന്ന്. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, ഒട്ടും വേദനയൊന്നുമില്ല. ഈശ്വരാ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല. എൻ്റെ ഈ ഫോൺ ക്യാമറയില്ലേ, എനിക്കത് സൂം ചെയ്തിട്ടൊന്നും അത് കാണിക്കാൻ പറ്റണില്ല ആ ഒരു വ്യത്യാസം. അത് ഫോണിൻ്റെ പ്രശ്നമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഒരു ഭാഗം ഞാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ മറ്റേ വശവും കൂടി ചെയ്യാണ്. കറക്റ്റ് അത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ആ സൈഡിൽ ആ ഒരു കൃതാവ് പോലെ വന്നില്ല, അതിനെന്തൊരു സംഭവം പറയും എനിക്കറിയില്ല. അപ്പോൾ എനിക്കത് മുഴുവൻ കളയാൻ അങ്ങനെ ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കണേ. പക്ഷെ അതിൻ്റെ താഴെ കുറച്ച് ഇങ്ങനെ ഹെയർ ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു കേട്ടോ, അതും പോയി. പക്ഷെ ഇതെന്താണെന്നറിയാമോ, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റണുണ്ടോയെന്നറിയില്ല പോണത്. ഈ ഫോണിൽ അങ്ങനെയാണ്. എനിക്കറിയില്ല. അത് ചില നേരത്ത് കാണും, ചില നേരത്ത് എടുത്ത് കാണില്ല. അത് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതേ കണ്ടോ, ഇത് ഞാൻ ഒരു കണക്കിന് എടുത്തതാ. ഇപ്പോൾ അവിടുത്തെ ഹെയറൊക്കെ പോയിട്ടുണ്ട്. അപ്പർ ലിപ്പിലെ ഹെയറൊക്കെ ശരിക്കും പോയിട്ടുണ്ട്. ഞാൻ അതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതെന്തായാലും നടന്നു. എന്തായാലും ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ ഇതുവരെ ത്രെഡോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളർന്നു വരുമ്പോൾ ഞാൻ എന്തായാലും ചാനലിൽ കൂടെ തന്നെ അത് അപ്ഡേറ്റും ചെയ്യാം കേട്ടോ. ഈ ട്രിമ്മർ നമുക്ക് ഫുൾ ബോഡിയിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഹെയറും കൂടി റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കയ്യിലും കാലിലും മറ്റു ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഹെഡാണ്. ഇങ്ങനത്തെ ഒരു ഹെഡ് കിട്ടും അതിൻ്റെ കൂടെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പകുതി, ഇപ്പോൾ ഫുള്ള് ചെയ്യാനുള്ള സമയവുമില്ല, നിങ്ങൾക്കത് കാണാനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതേ കുറച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ദേ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ അത്രയും ഭാഗത്തെ ഹെയർ പോയിട്ടുണ്ട്. ഇത് ഇവിടം വരെയുള്ള ഹെയർ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതാണ് ട്രിമ്മർ വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ട്രിമ്മറാണ്. നമുക്ക് ബാറ്ററി ഒന്നും വരണ്ട, ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹെഡാണ് ഫേസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചിൻ ഏരിയ, അപ്പർ ലിപ്പ്, ഫുൾ ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരാൻ പറ്റും. അതിൻ്റെ കൂടെ കിട്ടുന്ന വേറൊരു ഹെഡാണിത്. പിന്നെ ഇത് ഐബ്രോസ് ഷേപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളൊരു ചെറിയ ബ്രഷും പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു കേബിളും കിട്ടും. അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ വേദനയൊന്നും എടുത്തില്ല, കട്ടൊന്നും വന്നില്ല, അറിയുകയും കൂടി ഇല്ല ഈ സാധനം മൂലം ഉണ്ടെന്ന്. എങ്ങനെ ഇത് പോകണമെന്ന് അറിയില്ല. കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ആക്കണം, അവിടുത്തെ പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഓടിച്ചിട്ട് കൊണ്ടുപോകരുത്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മളൊരു അലോവേറ ജെല്ലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ചെയ്തിട്ട് വലിയ അങ്ങനെ എടുത്തറിയണമെന്നൊന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഷേവിങ് മറ്റേ എന്താണ് റേസർ വാങ്ങുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ട്രിമ്മർ സെറ്റ് വാങ്ങുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ട്രിമ്മർ ആണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ ഇത് ഫസ്റ്റ് ആണ് ഞാൻ ഫേസിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിമ്മറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എവിടെ കൊടുക്കാം, ഈ വീഡിയോയിൽ താഴെയോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് വീറ്റിൻ്റെ ആയിരുന്നു. അതിൽ പക്ഷേ ഈ ഒരു സംഭവം ഇല്ല, ഇതിലാണ് ഈ ഒരു ഇതുള്ളത്. കുറച്ച് വില വ്യത്യാസം വരുന്നതേ ഉള്ളൂ, 1000 സംതിങ് ആണ് രണ്ടിനും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും
ഇതായിരിക്കും നല്ലത്. ഇതും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റ് ഗേൾസ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ബോയ്സ് ആണ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ചെയ്തിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ.